ചോദിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ കുറച്ച് കളക്ഷൻ വീഡിയോസൊക്കെ ഓരോരോ സംഭവങ്ങളെ കളക്ഷൻ വീഡിയോ ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഓരോരുത്തർ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ബാഗ് കളക്ഷനാണ്, അതായത് എൻ്റെ ബാഗ് കളക്ഷനാണ്. സോ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് ബാഗൊന്നും എൻ്റെ കയ്യിലില്ല, ബട്ട് എൻ്റെ കയ്യിലുള്ള ആ ഒരു കളക്ഷൻ കാണിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കുറച്ചും കൂടി ബാഗിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഗേൾസിന് വേണ്ട അത്യാവശ്യം കയ്യിൽ വേണ്ട ബാഗുകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഈ ഒരു ബാഗിൽ നിറച്ചും ബാഗുകളുണ്ട്, ഈ ഇതിലും ബാഗുണ്ട്. ഓക്കെ, ബാഗിലാക്കിയിട്ട് എപ്പോഴും എടുത്തു വെക്കാറ്. കാരണം നമുക്കിങ്ങനെ അവിടെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വയ്ക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു കവറിങ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും. അതായത് കവർ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കവറിലാണെങ്കിലും വെക്കണം, അല്ലെങ്കിൽ അത് ബാഗ് കുറച്ചിങ്ങനെ എന്തൊക്കെയോ മാതിരി അതിൽ വരാൻ തുടങ്ങും, പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടാതെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ, ഈ രണ്ട് സെക്ഷനും കൂടിയാണ്. ഓക്കെ, ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ചിലപ്പം എൻ്റെ ഏതൊക്കെയൊക്കെ ബാഗുകളൊക്കെ ഏതൊക്കെയൊക്കെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ അങ്ങനെയാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ബാഗ് വന്നിട്ട് ഈ ഒരു ബാഗാണ്. ഇത് എസസറൈസ് ലണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ ബാഗാണ്. പിന്നെ ഗോൾഡ് കണ്ടില്ലേ, ഇങ്ങനത്തെ ഗോൾഡ് ചെയിൻ വരുന്ന ടൈപ്പ് ബാഗാണ്. പിന്നെ ഇങ്ങനെ ഒറ്റ ഇതും പിന്നെ ഇവിടെ ഒരു സൈഡ് സിബും, അങ്ങനത്തെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബാഗും. ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ നമ്മൾ തായ്ലൻഡ് ട്രിപ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സമയത്ത് കമൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാഗ് ഇതെവിടെ നിന്നൊക്കെ. അപ്പം അത് ഞാൻ കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നൈക്ക ഫാഷൻ ആട്ടോ. എഗെയിൻ ഒരു സ്ലിംഗ് ബാഗ് തന്നെയാണ്, ഫസ്റ്റത്തെ പോലത്തെ ടൈപ്പ് തന്നെ സ്ലിംഗ് ബാഗാണ്. ഈ ഒരു ടൈപ്പ് വരുന്നത്, ഇതിൻ്റെ ഫുൾ ലെങ്ത് ഇത്രയാണ്. ഓക്കെ, ഇതും നേരത്തെ കാണിച്ച പോലെ തന്നെ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു ഓപ്പണിങ് ആൻഡ് ഒരു ചെറിയ സിബുള്ളിലുണ്ട്. സിമ്പിളായിട്ടുള്ള നമുക്കിങ്ങനെ അത്യാവശ്യം എല്ലാ ടൈപ്പ് ഡ്രസ്സിനോടൊക്കെ പോകുന്ന ടൈപ്പ് ബാഗ് തന്നെയാണ്. മറ്റേത് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഒന്നും കൂടെ എല്ലാത്തിലൂടെ പോകും. ഇത് ഒരു ഗ്രീൻ ആണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ബാഗാണ്. ആൻഡ് ഈ ബാഗിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് സെയിം ടൈപ്പ് തന്നെ സ്ലിംഗ് ബാഗ് തന്നെയാണ് നിങ്ങൾ. സോ ഇതും ഒരു സ്ലിംഗ് ബാഗാണ്. ഇങ്ങനെ തുറന്നിട്ട് ഇതിലിങ്ങനെ ഈ സംഭവം ഉണ്ട്. ഇത്രയാണ്. ഇത് എനിക്ക് അമ്മ ഒരു ഡ്രസ്സ് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സെറ്റായിട്ട് വരുന്നൊരു സ്ലിംഗ് ആട്ടോ. അത് ക്യൂട്ടല്ലേ, വേഗം പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. സ്ലിംഗ് ബാഗ് വന്നിട്ട് ഈ ഒരു ടൈപ്പാണ്, ഇങ്ങനെ വരുന്ന ടൈപ്പ്. അത്യാവശ്യം ഒരു ബോക്സ് ടൈപ്പ് എന്നൊക്കെ പറയാം. ഈ ഒരു ടൈപ്പ് ഇത്ര സ്പേസ് വരുന്ന രീതിയിലുള്ള ഒരു ബാഗാണ്. ചുരിദാർ അങ്ങനത്തെ ഐറ്റംസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കഴിഞ്ഞു. ഇത്ര വിട്ട് വരുന്ന ടൈപ്പ് കേട്ടോ. ഒരു സ്ലിംഗ് ബാഗാണ്. നിയറിൽ ഇതൊരു കൈൻഡ് ഓഫ് ബാഗ്. ഇത് നമുക്ക് ഫോൺ മാത്രം വെക്കാനും പൈസ മാത്രം വെക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയിട്ടുള്ള കൈൻഡാണിത്. അതായത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ വെക്കാം. ഈ സൈഡിൽ ഒരു സിബും ഉണ്ട്. സോ ഇതിൽ നമുക്കൊരു വാലറ്റ് പോലെ ഇവിടെ. നെക്സ്റ്റ് നമ്മളെ ബാഗ് വന്നിട്ട് ഈ ഒരു ബാഗാണ്, ഈ ഒരു ഷോൾഡർ ബാഗ്. ഇത് ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് എല്ലാവരുടെ കയ്യിലും ഈ ഒരു ബാഗ് ഉണ്ടായിരുന്നല്ലേ. ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നു, സൈഡ് സിബ് ഇവിടെ ഉണ്ട്, ഇവിടെയും നമുക്ക് സിബുണ്ട്. ഒരു സ്ലിംഗ് ബാഗും കൂടി ഉണ്ട്, ഈ ഒരു ടൈപ്പും. ചുരിദാറും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ട് പോകുമ്പോഴൊരു സിമ്പിളായിട്ടുള്ളൊരു സാധാ സൈസ്. ഇതിൽ 2 സിബ് വരുന്നുണ്ട്, ഇവിടെ സൈഡ് സിബും ഉണ്ട്. ജസ്റ്റ് വെരി നോർമലായിട്ടുള്ളൊരു ബാഗ്. ഈ ഒരു ടൈപ്പ് ഉണ്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുന്നത്. ഈ ഒരു ടൈപ്പ് ബാഗാണ്. അതായത് നമ്മൾ ബേസിക്കായിട്ട് ഇങ്ങനെ ക്രോസ് ബാഗ് പോലെ വെക്കില്ലേ, ഈ ഒരു ടൈപ്പ് ഇങ്ങനെ വരുന്ന രീതിയിൽ നമ്മൾ ജീൻസ് ടോപ്പൊക്കെ ഇടുമ്പോൾ. ഞാൻ തായ്ലൻഡിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. തായ്ലൻഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതേ മോഡൽ തന്നെ ഇത്, കളർ ചേഞ്ച് മാത്രമാണത്. ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ കോളേജിൽ ട്രിപ്പ് പോകുന്ന സമയത്ത് വാങ്ങിച്ച ബാഗ് കേട്ടോ. അത് നേരത്തെ കാണിച്ചു കൊടുത്താൽ കുറേ സിബ് ഉണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ കാണിച്ചതല്ലോ, ഇവിടെ 4 സിബുണ്ട്, 3 സിബുണ്ട്. ഇതും ഒരു ഒരു സ്ലിംഗ് ബാഗ് അല്ലെങ്കിൽ ക്രോസ് ബാഗ് എന്നൊക്കെ പറയുന്നത്. ഇത് ഒരു സമയത്ത് ഇതുപോലെ തന്നെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഇങ്ങനെ ഇതും അഗെയിൻ എൻ്റെ കോളേജ് ട്രിപ്പിൻ്റെ സമയത്ത് വാങ്ങിയ ബാഗ്. അടുത്ത നമുക്കിനി കാണാൻ പോകുന്നത് നമ്മളെ ഹാൻഡ് ബാഗ്സ് ആണ്. അതായത് നമ്മൾ സ്ലിംഗ് ബാഗ്സും അങ്ങനത്തെ ഒന്നും അല്ലാത്ത നോർമൽ ഷോൾഡർ ബാഗ്സ് ആണ്.
ഫസ്റ്റ് ഈ ഒരു ബാഗാണ്, ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷോൾഡർ ബാഗാണിത്. ആൻഡ് ഇത് ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ ഷോപ്പിംഗ് വ്ളോഗിലൊക്കെ ഫുൾ ടൈം അല്ല, ഏതൊരു വ്ളോഗിൽ ഞാനിത് ഇട്ടിട്ടായിരുന്നു പോയിരുന്നത്. അപ്പം എൻ്റെ അടുത്ത് ആരൊക്കെ ലിങ്ക്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇത് ഞാൻ നൈക്ക ഫാഷൻ കേട്ടോ വാങ്ങി. ഇങ്ങനത്തെ കുറച്ച് ഷോൾഡർ ബാഗ്സും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങുന്നതൊക്കെ നൈക്ക ഫാഷൻ. സോറി, ഷോൾഡർ ബാഗ് അല്ല, ഇത് ടോട്ട് ബാഗ് കേട്ടോ, മാറിപ്പോയി. ഇങ്ങനെ ബേസിക്കായിട്ട് വരുന്നിങ്ങനെ ഒറ്റ ഓപ്പണിംഗ് ആണ്. ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അങ്ങനെ ഇതൊക്കെ ഞാനിങ്ങനെ കവറിലിട്ട് വെക്കും, ഷോൾഡർ ബാഗ് അങ്ങനത്തൊക്കെ. നമ്മളെ ബാഗ് വന്നിട്ട് ഈ ഒരു ബാഗാണ്. സോ ഈ ബാഗും എല്ലാവർക്കും എൻ്റെ വീഡിയോസ് കാണാറുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കും. ഈ ബാഗ് ഞാൻ നമ്മൾ തായ്ലൻഡ് ട്രിപ്പിൽ കൊണ്ടുപോയിട്ടുള്ള ബാഗാണ്. അപ്പം ഇവിടെ ഇങ്ങനെ ഒറ്റ ഇതിൽ നമുക്കിത് കിട്ടും. പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട്, യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ സൈഡിൽ സിബ് ഉണ്ട്, ഒരു പോക്കറ്റ്സ് ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ ഇങ്ങനെ ഹുക്കാണ്, ഇങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റും. കുറേ ടോട്ട് ബാഗ് കളക്ഷൻ ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതെൻ്റെ സെക്കൻഡ് ടോട്ട് ബാഗ്. നെക്സ്റ്റ് ഈ ഒരു ബാഗാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും, ഞാൻ എൻ്റെ ഏതൊരു വ്ളോഗിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഏതൊരു വ്ളോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിലും കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏതാ ബാഗ്, ഇടുന്ന ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതും നമ്മൾ വാങ്ങിച്ചത് നൈക്ക ഫാഷൻ എന്നാണ്. ഇങ്ങനെ മാഗ്നറ്റിക് ആയിട്ടുള്ള ടൈപ്പാണ്. അഗെയിൻ ടോട്ട് ബാഗ് ആണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് സിബ് ഉണ്ട്, ഇവിടെ സൈഡ് പോക്കറ്റ് ഉണ്ട്. സോ നെക്സ്റ്റ് നമ്മളിനി ബാഗിൻ്റെ സെക്ഷനിലാണ് വന്നത്. സോ ഇത് വന്നിട്ട് ഈ ഒരു ടൈപ്പാണ്, കുട്ടി ബാഗാണ് കേട്ടോ. അത് കുട്ടിയായിട്ടുള്ളൊരു ബാഗാണ്. ഒരു സിബുണ്ട്, അഗെയിൻ ഒരു സിബുണ്ട്. ഭയങ്കര കുട്ടി ആൻഡ് ക്യൂട്ടായിട്ടുള്ളൊരു ബാഗ്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ബാഗാണ്. ഇത് നമ്മൾ ഫാസ്റ്റ് ട്രാക്കിൻ്റെ കേട്ടോ, ഫാസ്റ്റ് ട്രാക്കിൻ്റെ ബ്രാൻഡിൻ്റെയാണ്. സോ നെക്സ്റ്റ് ഇതെന്ന് വെച്ചാൽ എന്താ, ഇവിടെ ഒരു സിബുണ്ട്, പിന്നെ ഉള്ളിലും വേറൊരു സിബുണ്ട് കേട്ടോ. ആൻഡ് ബാക്കി ഫുൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ രീതിയിൽ നിൽക്കുന്ന ടൈപ്പ്. നെക്സ്റ്റ് നമ്മളെ ബാഗ് വന്നിട്ട് ഈ ഒരു ബാഗാണ്. ഇതിൽ ഞാൻ ഈ ഒരു എന്താ പറയുക, കീ ചെയിൻ ഇട്ടതാണ് കേട്ടോ. ഈ ഒരു സംഭവം ഇവിടെ നിന്ന് അമിനിസോന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു കീ ചെയിനാണിത്. ഇത് ഞാൻ വാങ്ങിച്ചത് തായ്ലൻഡിൽ നിന്നായിരുന്നു. ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു മെയിൻ സിബും, പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സിബ് വരുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു സിബുണ്ട്. സോ അങ്ങനെ അത്യാവശ്യം നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളൊരു ഒരു ബാഗാണത്. നെക്സ്റ്റ് നമ്മുടെ ബാഗ് വന്നിട്ട് ഈ ഒരു ബാഗാണ്. ഇത് ഇവിടുത്തെ അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്ത ബാഗായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ എപ്പോഴോ അമ്മ ഇവിടെ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ബാഗായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 4 ഇയേഴ്സൊക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നു കേട്ടോ. 4 ഇയേഴ്സിൻ്റെ മേലേക്ക് ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ വാങ്ങി തന്ന ബാഗാണ്. ഇതിപ്പോഴും ഞാൻ നീറ്റായി കൊണ്ടുപോകുന്നത്, എപ്പോഴും കവർ ചെയ്ത് ഞാൻ സൂക്ഷിച്ച് വെക്കും കേട്ടോ. അപ്പം എല്ലാ ബാഗും ഞാൻ എല്ലാ ബാഗും അല്ല, എല്ലാ സംഭവങ്ങളും ഞാൻ സൂക്ഷിച്ച് വെക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടം അങ്ങനെ വെക്കുന്നത്. അതുകൊണ്ട് ഞാനിത് കോളേജിലൊക്കെ കോളേജിലല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നിന്ന ലാബിൽ ഞാൻ സ്ഥിരമായിട്ട് കൊണ്ടുവന്ന ബാഗ് ഇതായിരുന്നു കേട്ടോ. സോ എന്നിട്ടും സെറ്റാക്കിയിട്ട് തന്നെ ഇപ്പോഴും ഉണ്ട്. പിന്നെ കോളേജിലും ലാസ്റ്റൊക്കെ ആയപ്പോൾ ഞാൻ യൂസ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ലാസ്റ്റ് ബാഗാണ് നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആൻഡ് ഇതും നമ്മൾ തായ്ലൻഡിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ബാഗാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ബാഗാണിത്. ആൻഡ് ഇത് എൻ്റെ ഫേവറേറ്റ് കളറാണ്, ലാവൻഡർ ഷെയ്ഡാണിത്. ആൻഡ് ഇതിലൊരു ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റഫ് ഉണ്ട്, ക്യൂട്ടായിട്ടുള്ളൊരു റാബിറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്, ഇവിടെ ഒരു സിറ്റുണ്ട്. സ്പേസ് ഉള്ളൊരു ബാഗാണ്, കുറേ സാധനങ്ങൾ നിറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ലാപ്ടോപ്പൊക്കെ വെക്കണമെങ്കിലുള്ള ആ ഒരു സ്പേസ് ഉണ്ട്. അങ്ങനെ ഒക്കെ വാങ്ങാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു 1 day ട്രിപ്പിനൊക്കെ പോവുകയാണെങ്കിൽ അത്യാവശ്യം ലഗേജൊക്കെ നമുക്ക് ഇതിൽ നിറച്ച് പോകാൻ പറ്റും ഒരാളത്. ചില കുറച്ച് ഇങ്ങനത്തെ ബാഗൊക്കെ വരുന്നത് ഇത്ര സൈസ് ഉണ്ടാവുള്ളൂ. നേരത്തെ ഞാൻ കാണിച്ച ഈ കണ്ടില്ലേ, ഇത് ഇത്ര വരുമ്പോൾ നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിരിക്കും. അതുകൊണ്ട് നമുക്കൊരു 1 day ട്രിപ്പൊക്കെ പോകുമ്പോൾ, സ്റ്റുഡിയോ ഒക്കെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ഒറ്റ ബാഗായിട്ട് എടുക്കാൻ പറ്റിയുള്ള രീതിയിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയും ബാഗുകൾ ഉണ്ടോ എന്നുള്ളത് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞില്ലേ. സോ ഞാൻ ഇത്രയും കാണിച്ചില്ല, അപ്പം ഞാൻ വിചാരിച്ചു വാലറ്റും കൂടെ കാണിക്കും. സോ ഇതാണ് എൻ്റെ വാലറ്റ്, ക്യൂട്ടായിട്ടുള്ളൊരു വാലറ്റ്. സോ ബേസിക്കായിട്ട് നമ്മൾ കാണുന്ന പ്ലെയിൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് വാലറ്റാണ്. ഈ ഒരു കുട്ടി വാലറ്റ്. നമുക്ക് ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ
കുറേ കാർഡ്സും കാര്യങ്ങളൊക്കെ കാണാൻ, കുറേ കാർഡ്സൊക്കെ വെക്കാൻ പറ്റുന്ന കാണാൻ പറ്റും. സോ ഇതാണ് നമ്മൾ സെക്കൻഡ് വാലറ്റ്. ഇത് പണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നൊരു വാലറ്റാണ്. ഇങ്ങനെ കുറച്ചെന്തൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. മൊത്തം ബാഗും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. സോ ഇനി എന്ത് കളക്ഷൻ വീഡിയോ ആണ് ചെയ്യേണ്ടത് നോക്കട്ടെ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.